തമിഴ്നാട്ടിലേക്കൊന്ന് പോവുകയാണ്. അവിടെ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന്റെ രാവിലെയുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നാടകീയ രംഗങ്ങൾ അതിപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് ഉദയനിധിയെ സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഉദയനിധി സ്റ്റാലിൻ ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. കാരണം തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്നായിരുന്നു ഒരാവശ്യമുണ്ടായിരുന്നത്. പക്ഷെ അവിടെ DMK പ്രവർത്തകരൊക്കെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെങ്കിപ്പെട്ടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ കാണുന്നത് പോലെ മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അവിടെ സംഘർഷമുണ്ട് എന്നുള്ളതാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ട്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, അതായത് തഞ്ചാവൂരിലേക്ക് എത്തിക്കുമെന്നായിരുന്നു, അങ്ങനെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നു. പക്ഷേ DMK പ്രവർത്തകർ തടിച്ചുകൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു തഞ്ചാവൂരിലേക്ക് എത്തിക്കാം എന്നുള്ള പ്ലാൻ മാറ്റിയാണല്ലേ സെങ്കിപ്പെട്ടിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ്, തഞ്ചാവൂർ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ സ്റ്റേഷനിലേക്ക് എത്തിച്ച് മൊഴിയെടുക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് DMK പ്രവർത്തകർ, നൂറുകണക്കിന് DMK പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. അവിടേക്ക് ഉദയനിധിയെ എത്തിക്കുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ട്, ഒരുപക്ഷെ വലിയ സംഘർഷത്തിലേക്ക് പോകും എന്നുള്ള വിലയിരുത്തലിനെ തുടർന്നാണ് പോലീസ് പ്ലാൻ മാറ്റിയത്. തഞ്ചാവൂരിന് സമീപത്ത് തന്നെയുള്ള സെങ്കിപ്പെട്ടി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഉദയനിധിയെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഉദയനിധി സ്റ്റാലിൻ ഈ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. തുടർന്ന് ഏറെ അനുനയിപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഉദയനിധി സ്റ്റാലിൻ ഉള്ളത്. ഇവിടെ നിന്ന് നടപടികളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അതിന് അദ്ദേഹം വഴങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിലേതായാലും ഉദയനിധി സ്റ്റാലിൻ സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിലുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഇപ്പോൾ തുടരുന്നുമുണ്ട്. അല്പസമയം മുൻപ് ഈ പോലീസ് സ്റ്റേഷന് മുൻപിൽ വലിയ സംഘർഷാവസ്ഥയും ഉടലെടുത്തിരുന്നു. അതായത് ഈ പ്രവർത്തകരെല്ലാം തന്നെ ഈ സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് അവിടെ കൂടുകയും ശേഷം ഉള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതായാലും വലിയ തോതിലുള്ള ഉന്തും തള്ളും പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉണ്ടായി. അല്പസമയം മുൻപാണ് സ്ഥിതി കുറച്ചെങ്കിലും ശാന്തമായത്. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ അവരെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. തഞ്ചാവൂർ സൗത്ത് പോലീസ് സ്റ്റേഷന് സമാനമായിട്ടുള്ള പ്രവർത്തകർ ഇപ്പോൾ ഈ സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷൻ മുൻപിലുമുണ്ട്. ഏതായാലും ഇതൊരു ശക്തി പ്രകടനമായി മാറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് DMK നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും രാവിലെ 10 മണിക്ക് തുടങ്ങിയ നാടകീയ രംഗങ്ങൾക്ക് ഇപ്പോഴും ഈ 7 മണിയാകുമ്പോഴും യാതൊരു വിരാമവുമില്ല. ലാസ്റ്റ് മിനിറ്റ്, അവസാന നിമിഷത്തിൽ കൂടുതൽ നാടകീയമാവുകയാണ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റും തുടർ നടപടികളും. ഏതായാലും സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിടും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വലിയ തരത്തിലുള്ള ജനക്കൂട്ടം ഇവിടെ DMK പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിട്ടുമുണ്ട്. അത് തന്നെയാണ് അല്പസമയം മുമ്പ് വലിയ സംഘർഷാവസ്ഥയിലേക്ക്, അതായത് പോലീസിനേക്കാൾ കൂടുതൽ DMK പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, DMKയുടെ നേതാക്കളെല്ലാം തന്നെ ഈ മറ്റൊരു വാഹനത്തിൽ ഉദയനിധിയെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിലുണ്ട് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ. തഞ്ചാവൂരിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള ആവശ്യമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അവിടെ തഞ്ചാവൂർ സ്റ്റേഷന് മുന്നിലും DMK പ്രവർത്തകരൊക്കെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെങ്കിപ്പെട്ടി സ്റ്റേഷന് മുന്നിലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. വലിയ സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു അയവ് വന്നിട്ടുണ്ട്. എന്തായാലും നടപടിക്രമങ്ങളൊക്കെ എപ്പോൾ പൂർത്തിയാകും, എപ്പോൾ സ്റ്റേഷന് പുറത്തേക്ക് വരും ഉദയനിധി എന്നുള്ള കാര്യമൊക്കെ നോക്കാം. ഇനി